ശ്രീ റെജി ലൂക്കോസ്, താങ്കൾ പിണറായി വിജയന്റെ പ്രസംഗവും വെള്ളാപ്പള്ളിയുടെ മറുപടി പ്രസംഗവും ഒക്കെ കേട്ടിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. എന്താണ് പിണറായി വിജയന്റെ പ്രസംഗത്തെക്കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത്? അല്ല, തീർച്ചയായിട്ടും അത് കേട്ടു. അത് കൂടാതെ തന്നെ മുഖ്യമന്ത്രി അദ്ദേഹത്തെ കുറിച്ച് ഉള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി കഴിഞ്ഞ ദിവസം നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ, വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറം വിവാദമായ ചുങ്കത്തറയിലെ SNDP യോഗത്തിൽ നടത്തിയ പ്രസ്താവനകൾ, മുഖ്യമന്ത്രി ഇന്ന് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ വാക്കുകളെല്ലാം ഞങ്ങൾ കേരളീയ സമൂഹത്തോടൊപ്പം നമ്മളും സാഹൂതം വീക്ഷിച്ചിരുന്ന കാര്യം യാതൊരു തർക്കമില്ല. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുത, മലപ്പുറം പ്രസംഗത്തെ കുറിച്ച് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ് മാഷോട് ഈ കാര്യത്തെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ മറുപടി വളരെ വ്യക്തമാണ്. അദ്ദേഹം പറഞ്ഞത് വാക്കുകളിൽ സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം, വളരെ ശ്രദ്ധിക്കേണ്ടതാണെന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു. ഇത് തന്നെയാണ് മുഖ്യമന്ത്രി ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്, ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ മുഖ്യമന്ത്രി ഇന്ന് പങ്കെടുത്തതിനെ കുറിച്ചാണ് പറഞ്ഞതിനെ കുറിച്ച്, അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം 30 വർഷം SNDP യോഗം ജനറൽ സെക്രട്ടറിയുടെ കസേരയിൽ ഇരിക്കുന്ന, 30 വർഷം തുടർച്ചയായിട്ടിരിക്കുന്ന, കുമാരനാശാനും പോലും സാധിക്കാത്ത റെക്കോർഡിട്ട SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയുടെ സ്ഥാനത്തിനെ ബഹുമാനിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ പരിപാടിയിൽ പങ്കെടുത്തത്. അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യമായിട്ടല്ല സമുദായ സംഘടനകളുടെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹം കേരളത്തിന്റെ സമുദായ സംഘടനകളുടെയും മറ്റു സംഘടനകളൊക്കെ യോഗത്തിൽ പങ്കെടുക്കണം. അതാണ് നമ്മുടെ ബഹുസ്വരതയുടെയും ജനാധിപത്യത്തിന്റെ ഏറ്റവും അദ്ദേഹത്തിനെ വിമർശിക്കേണ്ടിടത്ത് വിമർശിക്കാൻ നന്നായി അറിയാമല്ലോ ശ്രീ റെജി ലൂക്കോസ്. ഇവിടെ ബോഡി വേസ്റ്റ് എന്നൊരു പ്രയോഗം മുൻപ് നടത്തിയ രാഷ്ട്രീയ നേതാവാണ് പിണറായി വിജയൻ. അതിനുള്ള ധൈര്യം കാട്ടിയ നേതാവാണ്. എന്തു പറ്റി ഇപ്പോ? അല്ല, അദ്ദേഹത്തിന്റെ ധൈര്യത്തിന് ഒരു ചോർച്ച ഉണ്ടായിട്ടില്ല. നിങ്ങൾ ആ പ്രശ്നം മുഴുവൻ കേട്ടാൽ അറിയാം. ആ വേദിയിൽ വെച്ച് തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ ശരിയല്ല എന്ന് ഒരു ഉപദേശരൂപേണ പറയാനുള്ള തൻഗണന കാണിച്ചു കേരളത്തിന്റെ മുഖ്യമന്ത്രി. നിങ്ങൾ മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ച് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പത്രസമ്മേളനത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ SNDP യോഗത്തിന്റെ ഒരു യോഗത്തിൽ അതിന്റെ ജനറൽ സെക്രട്ടറിയുടെ എന്ത് വ്യക്തതയാണ് ശ്രീ റെജി ലൂക്കോസ് താങ്കൾക്ക് കിട്ടിയത്? കാരണം ചോദ്യം ഞങ്ങളുടെ പ്രതിനിധി പ്രസാദിന്റേതായിരുന്നു. ആ ചോദ്യം നമുക്ക് വളരെ വ്യക്തമായി കേട്ടതാണ്. ആ ചോദ്യം, നവോത്ഥാന സമിതി അധ്യക്ഷ സ്ഥാനത്ത് അദ്ദേഹത്തിന് തുടരാൻ അർഹതയുണ്ടോ എന്നതായിരുന്നു ചോദ്യം. അപ്പോൾ പറഞ്ഞത്, വെള്ളാപ്പള്ളി നടേശൻ ഒരു പ്രസംഗം നടത്തി, അതിൽ എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് പിറ്റേ ദിവസം അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതായത് നമ്മൾ കേട്ടതല്ല, അദ്ദേഹം പിന്നീട് വിശദീകരിച്ച് ന്യായീകരിച്ചതിനെയാണ് അദ്ദേഹം ഉൾക്കൊണ്ടിരിക്കുന്നത്. മലപ്പുറത്ത് ശ്വാസം മുട്ടുന്നു എന്നും അതൊരു പ്രത്യേക ചില ആളുകളുടെ സംസ്ഥാനമാണ് എന്നും പറഞ്ഞതിനെ അത് മുസ്ലിം ലീഗുമായി ബന്ധപ്പെടുത്തി അദ്ദേഹം മാറ്റി പറഞ്ഞപ്പോൾ അതിനെ സ്വീകരിക്കാനാണ് പിണറായി വിജയൻ തയ്യാറായത്. പക്ഷേ കേരളം രണ്ടും കേട്ടതാണല്ലോ. എപ്പോഴൊക്കെയാണ് വെള്ളാപ്പള്ളി മാറ്റി പറയാറെന്നുള്ളതും കേരളം കാണാറുള്ളതാണല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഭയമുണ്ടോ, വോട്ട് നഷ്ടപ്പെടുമെന്നുള്ള ഭയമുണ്ടോ? വെള്ളാപ്പള്ളിയോട് കടുപ്പിച്ച് പറഞ്ഞാൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ള ഭയമാണോ പിണറായി വിജയനെ ഭരിക്കുന്നത്? വ്യക്തമായ മറുപടി ഉണ്ട്. അതായത് പ്രിയപ്പെട്ട പ്രസാദ് ചോദിച്ച ആ ചോദ്യം ലൈവായിട്ട് ഞാൻ കണ്ടൊരാളാ. ആ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം, അതില് പ്രസാദ് ചോദിച്ച വളരെ സൂക്ഷ്മമായി അദ്ദേഹം ചോദിച്ച ആ ചോദ്യം മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ഒരു വാക്ക് നിങ്ങൾ ഇവിടെ ഉത്തരിച്ചില്ല. അദ്ദേഹം പറഞ്ഞത് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അദ്ദേഹം അതിനെക്കുറിച്ചുള്ള വിശദീകരണം പിറ്റേ ദിവസം തന്നു. ആ വിശദീകരണം തൃപ്തികരമാണ് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞത്. ഒരാളൊരു പറയാൻ പാടില്ലാത്തൊരു വാക്ക് പറഞ്ഞാൽ, പിന്നെ വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറം പ്രസംഗത്തിനോട് യോജിപ്പുള്ള ഒരാളല്ല വ്യക്തിപരമായിട്ട് ഞാൻ ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. പക്ഷേ അത് ഞാനത് വർഗീയവാദിയായിട്ട് തന്നെ ചിത്രീകരിക്കും. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, ഇതാണ് അതിന്റെ വസ്തുത എന്ന് അദ്ദേഹത്തിന്റെ സമുദായത്തെ കൂട്ടി അദ്ദേഹം സംസാരിച്ചപ്പോൾ അത് അദ്ദേഹം വർഗീയവാദി അല്ലാന്ന് അദ്ദേഹം സ്വയം ഞാൻ വർഗീയത പറഞ്ഞതല്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ എത്രയോ തെറ്റുകൾ ചെയ്തിട്ട് നമ്മൾ കൺഫ്യസ് ചെയ്യുന്നുണ്ട്. അതിനെ മുഖ്യമന്ത്രി അംഗീകരിച്ചു. കാരണം വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞ വ്യക്തി SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി, നേരത്തെ പറഞ്ഞുള്ള നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും വലിയ തുടക്കം കുറിച്ചത് ഇവിടുത്തെ SNDP യോഗമാണ്. ശ്രീനാരായണ ഗുരുദ്വാര. അതെ, അതിന്റെ ആ കസേരയിൽ മുൻപിരുന്ന മഹാരഥന്മാരെ കുറിച്ചൊക്കെ നമുക്കറിയാവുന്നല്ലോ. കുമാരനാശൻ 16 വർഷമേ ഇരുന്നിട്ടുള്ളൂ, ഇദ്ദേഹം 30 വർഷം ഇരുന്നു എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക യോഗ്യതയായി അവതരിപ്പിക്കുകയാണ്. ഓരോ വാചകത്തിലും ശ്രീനാരായണ ഗുരുവിനോട് താരതമ്യം ചെയ്യുകയാണ് വെള്ളാപ്പള്ളി നടേശനെ. അത്രയ്ക്ക് ഉയർത്താൻ മാത്രമുണ്ടോ വെള്ളാപ്പള്ളി നടേശൻ എന്നുള്ള ചോദ്യം, അത്രയ്ക്ക് ഉയർത്താൻ മാത്രമുണ്ടോ എന്നുള്ളതല്ല, അത്രയ്ക്ക് ഉയർത്താമോ എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യം വരുമ്പോൾ ഓരോ വരിയിലും വെള്ളാപ്പള്ളിയെ ഗുരുവുമായി താരതമ്യം ചെയ്യുകയാണ്. ഗുരുവിൻ്റെ ആശയങ്ങൾ നടപ്പാക്കുന്നതിൽ, കൃത്യമായി നടപ്പാക്കുന്നതിൽ വിജയിച്ച നേതാവാണെന്നാണ് അദ്ദേഹം പറയുന്നത്. വെള്ളാപ്പള്ളിയെക്കുറിച്ച് പറയുമ്പോൾ നേതൃശേഷിയുടെ ഭാഗമായി വലിയ തോതിൽ അവതരിപ്പിക്കാനുള്ള ശേഷി, അതായത് കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരു പ്രത്യേക ശേഷി ആളുകളുടെ മനസ്സിലേക്ക് കയറും. അതെ, ആളുകളുടെ മനസ്സിലേക്ക് കയറുന്നുണ്ട്. അദ്ദേഹം വിഷം നിറച്ച വാചകങ്ങൾ പറയുമ്പോൾ അത് ആളുകളുടെ മനസ്സിലേക്ക് കയറുന്നുണ്ട്. എങ്ങനെയാണ് കയറുന്നത് എന്ന് കൂടി ഈ ഘട്ടത്തിൽ അദ്ദേഹം സ്മരിക്കേണ്ടതായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാചകം ഇതാണ്: പ്രത്യേക സരസ്വതി വിലാസമുണ്ട്, നല്ല കരുതലുണ്ടത്രേ, മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ ശ്രദ്ധിച്ചിട്ടുമുണ്ടത്രേ. അതാണ് പിണറായി വിജയന്റെ മനസ്സിലാക്കൽ. അതെന്ത് മനസ്സിലാക്കലാണ്? അല്ല, സ്മൃതിയുടെ ചോദ്യത്തിന്റെ തന്ത്രം എന്താണെന്ന് എനിക്ക് വളരെ വ്യക്തമായി. ഒരു തന്ത്രവുമില്ല. ഞാൻ കേട്ട പ്രസംഗത്തിലെ വരികൾ എഴുതി വെച്ച് ഞാൻ വായിച്ചതാണ്. തീർച്ചയായിട്ടും എന്റെ അടുത്തുണ്ട്. ഞാൻ സസൂക്ഷ്മം കേട്ട ഒരാളാണ്. അല്ലെങ്കിൽ ഈ ചർച്ച പങ്കെടുക്കാൻ ഞാൻ യോഗ്യനല്ല, അതുകൊണ്ടല്ല മറുപടി പറയണം. ഞാൻ ചോദിക്കുന്നത്,
വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞ വ്യക്തിയേക്കാൾ ഉപരിയായിട്ട് SNDPO ജനറൽ സെക്രട്ടറി 30 വർഷം അതിനകത്ത് തുടർച്ചയായിട്ട് വന്നെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ക്വാളിറ്റി ഇല്ലെങ്കിൽ ആ സമൂഹം അതിനെ അംഗീകരിക്കും. അത് വോട്ടെടുപ്പിലൂടെ വരുന്ന കാര്യമല്ലേ. അത് അംഗീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും അതിന്റെ ആ കസേരയോട് നീതി പുലർത്തി പ്രസംഗിക്കുക എന്ന് പറയുന്നത് സ്വാഭാവിക. SNDPO ജനറൽ സെക്രട്ടറി എത്ര വലിയ വർഗീയ പ്രസംഗം നടത്തിയാലും ആ കസേരയെയാണ് ഇപ്പോൾ ബഹുമാനിക്കുന്നത്. ആ കസേരയിൽ ആരിരുന്നാലും ഈ രൂപത്തിലുള്ള ബഹുമാന വാചകങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകണമെന്നാണ് താങ്കൾ പറയുന്നതെങ്കിൽ 2015 ഇവിടെ വെള്ളാപ്പള്ളി SNDP യോഗം അധ്യക്ഷനാണ്. അന്ന് അദ്ദേഹം പറഞ്ഞത് വെള്ളാപ്പള്ളി RSSന്റെ കാര്യങ്ങൾ നടപ്പാക്കുന്ന വ്യക്തിയാണ് എന്നാണ് പറഞ്ഞത്. RSSന്റെ ആജ്ഞാനുവർത്തി എന്ന വാചകമാണ് ഉപയോഗിച്ചിട്ടുള്ളത് 2015. 2025 ആകുമ്പോഴേക്കും എന്ത് നവോത്ഥാനമാണ് അദ്ദേഹം നടപ്പാക്കിയത് എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. ഞാൻ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.